ഹേ എവ്രി വൺ, എല്ലാവർക്കും മത്താശൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോവാണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നമുക്കുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നമുക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന പെയിനാണ്. കാരണം നമുക്ക് അനസ്തേഷ്യ നൽകിയിട്ടാണ് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ മരവിപ്പ് കുറഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പെയിനാണ്. അതുപോലെ തന്നെ ലോങ് ടൈം പ്രോസസ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത്രയും സമയം നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു പെയിൻ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡോണർ ഏരിയയ്ക്ക് നമുക്ക് പെയിൻ ഉണ്ടാകും. എനിക്കാണെങ്കിൽ 1 മുതൽ 5 ദിവസം വരെയും അതിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അത് ഗ്രാജ്വലി കുറഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മുടെ ഡോണർ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന പെയിനാണ്. അത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചെറുതായിട്ട് പെയിൻ ഉണ്ടാകും, ചെറുതായിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ ഉണ്ടായി. പിന്നീട് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ്, ചൊറിച്ചിലൊക്കെയാണ്. നമുക്ക് സ്കാൽപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ചൊറിയും. കാരണം നമുക്ക് അതിലേക്ക് സലൈൻ വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നെങ്കിലും സ്കാൽപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആകും. അപ്പോൾ നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാകും എന്നുള്ളത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെന്ന് പറയുന്നത്, നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം 1 മുതൽ 10 വരെയുള്ള ദിവസം നമുക്ക് നല്ല രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും. കിടക്കാൻ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെയുള്ള എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള ഭാരം വെയിറ്റ് ഗെയിൻ ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരു 10 ദിവസം നമുക്ക് നല്ല രീതിയിലൊരു റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ നമ്മളുടെ 10 ദിവസത്തിന് ശേഷം, ഹെഡ് വാഷിനൊക്കെ ശേഷം 10 to 1 മാസത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുതന്നെ ഹെവി വെയിറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ശാരീരികമായി നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും, നേരെ കിടക്കുന്നതിൻ്റെയും പിന്നെ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. പിന്നെന്ന് പറയുന്നത്, ഹെഡ് വാഷിന് ശേഷം 1 മുതൽ 3 മാസം വരെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വെച്ച മുടി പൊഴിഞ്ഞു പോകാൻ എന്ന് പറയും, ഷെഡിങ് ഫേസ് എന്ന് പറയും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് 1 മാസം 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ ഷെഡിങ് ആയി തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത ഏരിയയും നമ്മുടെ നോർമൽ ഹെയറും തമ്മിലുള്ള നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ പൊഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരിക്കണം. കാരണം നമ്മൾ എത്ര വീഡിയോ കണ്ടാലും നമ്മൾക്ക് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ പാനിക് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെച്ച മുടി ഇപ്പോൾ നമുക്ക് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഗ്രാജ്വലി എന്താ പറയുക, 1 മാസം 2 മാസം 3 മാസത്തിനുള്ളിൽ അത് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് PRP അതുപോലെ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഉണ്ടാവും. ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. പിന്നെ നമ്മളുടെ ക്ലിനിക്ക് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനോ ഒന്നും തന്നെ പാടില്ല. ഹെഡ് നല്ല പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക, നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ 10 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിക്കൊക്കെ കയറുന്ന ആളുകളുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ജോലിക്കൊക്കെ കയറുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ പൊടിയ, അതുപോലെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ജോലി, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കുന്ന ജോലി, ഹെവി ആയിട്ട് നമ്മുടെ ഹെഡിനെ പ്രഷർ ചെയ്യുന്ന തരത്തിലുള്ള ജോലികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹെയർ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. സ്പെഷ്യലായിട്ട് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നമ്മളുടെ പുതിയ കോമ്പ് വാങ്ങി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, ടവൽസൊക്കെ ആണെങ്കിലും പുതിയത് മാറ്റി ഹെഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ ഹെഡ് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാരണം നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ മുടിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളോ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇനിയുള്ള അപ്ഡേഷൻസ് തുടർന്നുള്ള വീഡിയോസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. എനിക്ക് എന്താണെങ്കിലും ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ഐ എം വെരി ഹാപ്പി. ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ഓക്കെ ആയി, നോർമലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയുള്ള റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഓടുന്നൊരു ഓപ്ഷൻ കൊടുക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.